ഹലോ ഗൈസ്, മല്ലുട്ടേക്കാണ്. ഈ ന്യൂസ് ഇന്നലെ വന്നതാണ് കേട്ടോ. അതായത് കോഴിക്കോട് തിരോധാന കേസിൽ വഴിത്തിരിവ്, ലഹരി ഉപയോഗത്തിനിടെ വിജിൽ കൊല്ലപ്പെട്ടതാണെന്ന് സുഹൃത്തുക്കളുടെ മൊഴി. ഓക്കെ, അപ്പോൾ ഇത് നടക്കുന്നത് 2019 വിജിൽ എന്ന് പറഞ്ഞ ഒരു യുവാവിനെ കാണാതായി. പക്ഷെ ഇതുവരെ 2015 അവസാനിക്കാനായി ഒരു 6-5 കൊല്ലത്തോളമായിട്ട് പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇവർ മിസ്സിങ് കേസുകളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി പോലീസ്. അങ്ങനെ അന്വേഷിച്ച സമയത്ത് വിജിലിൻ്റെ സുഹൃത്തുക്കൾ വിജിലിൻ്റെ ടവർ ലൊക്കേഷനൊക്കെ ഒന്നാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റി. ഓക്കെ, ശാസ്ത്രീയ പരിശോധന. അപ്പോൾ ആ സമയത്ത് കൂടുതൽ ചോദ്യം ചെയ്ത സമയത്താണ് മനസ്സിലായത് വിജിലിനെ കൊന്നതാണ് സുഹൃത്തുക്കൾ ലഹരി ഉപയോഗത്തിൻ്റെ സമയത്ത്. എന്നിട്ട് സരോവരം പാർക്കിൻ്റെ അടുത്ത് കുഴിച്ചിടുകയും ചെയ്തു സുഹൃത്തുക്കൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ യുവാക്കളോടാണ്, പുതിയ തലമുറ. ഓക്കെ, ഞാൻ ഇതുവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ലഹരി ഉപയോഗിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളുടെ ഒരു കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ ലഹരി ഉപയോഗം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ലഹരി ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രയോ കേസുകൾ കാണാൻ പറ്റും. കഞ്ചാവ് കേസിൽ അറസ്റ്റായിട്ട് ജീവിതം പോയ ആൾക്കാർ, അല്ലെങ്കിൽ അച്ഛനെ കൊല്ലുന്നു, അമ്മേനെ കൊല്ലുന്നു, അനിയനെ കൊല്ലുന്നു, ഭാര്യനെ കൊല്ലുന്നു, ഭർത്താവിനെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേസുകൾ നമുക്ക് നിരന്തരം കേൾക്കാൻ പറ്റും. ഇപ്പം ലഹരി എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വളരെ ആപത്തായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ലഹരി ഒരിക്കലും ഉപയോഗിക്കാണ്ടിരിക്കുക. നമ്മളോട് തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുക, ഞാൻ ലഹരി ഉപയോഗിക്കില്ല ഇനി എന്നിട്ട്. ഇപ്പോൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ നശിക്കാൻ പോകുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസം പോകും, ജീവിതം, കരിയർ, ജോലി, വിവാഹ ജീവിതം, ഇങ്ങനെയുള്ള സകലത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പം യുവാക്കളെന്നല്ല യുവതികളും ഇന്ന് ലഹരി ഒരുപാട് മാരകമായിട്ട് യൂസ് ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. ഞാനൊരു ന്യൂസ് കാണുന്നു, ബാംഗ്ലൂരിലോ മുംബൈയിലോ അറിയില്ല, എവിടെയോ ഒരു സ്ഥലത്ത് ലഹരി ഉപയോഗിച്ചു അതിനുശേഷം സുഹൃത്തുക്കൾ പീഡിപ്പിച്ചു എന്നൊരു ന്യൂസ്. ഓക്കെ, അതായത് വേറൊരു ന്യൂസാണ്, ബാംഗ്ലൂർ ഒപ്പം നിന്ന് ഒരു യുവതി സുഹൃത്തുക്കൾക്ക് പാർട്ടി കൊടുത്താണ്, ആൺ സുഹൃത്തുക്കളായിരുന്നു. അപ്പം അവർ ഇവളെ കള്ളു കുടിച്ച് ബോധമില്ലാതായ സമയത്ത് അവളെ പീഡിപ്പിച്ചു എന്നൊരു ന്യൂസ്. എങ്ങനെയാണെങ്കിൽ ലഹരി നമുക്ക് ദോഷം ചെയ്യണുള്ളൂ. ഇനിയിപ്പോൾ ഇത്തരം കേസുകൾ അല്ലെങ്കിൽ ഇത്തരം ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഹെൽത്തും പോകുന്നുണ്ട്, ജീവിതം പോകുന്നുണ്ട്, പൈസയും പോകുന്നുണ്ട്, എല്ലാം നശിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ലഹരി ഉപയോഗങ്ങളിലൊന്നും ഇപ്പം ചെന്ന് പെടാണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ ഫാമിലി തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ആരും കൊണ്ടുതരാനൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നാളെ കാണാം.